ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നമ്മുടെ CI സച്ചിൻ്റെ സമാധാനം പോയിട്ടോ. അത് സമാധാനം പോയിട്ട് പുള്ളിക്കാരൻ നേരെ നന്ദാവനത്തിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ നന്ദാവനത്തിലേക്ക് വന്ന് നമ്മുടെ ഗോവിന്ദനോട് സംസാരിക്കുകയാണ്. എനിക്കൊരു വ്യക്തത വേണം, ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്, ഈ വിവാഹത്തിന്റെ കാര്യം. പക്ഷെ അതിന് എനിക്കൊരു വ്യക്തത വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ ചോദിച്ചു, ഇനി എന്ത് വ്യക്തത വരാനാണ്? ഞങ്ങൾ എല്ലാവരും സമ്മതിച്ച കാര്യം തന്നെയല്ലേ, ഇനിയിപ്പം വിവാഹം നടത്തണം, അത്രയല്ലേ ഉള്ളൂ. അല്ല, അത് പിന്നെ ഞാനിപ്പം ഇത് ഇവിടെ വന്ന് പറയാൻ കാരണമേ, എൻ്റെ അമ്മയ്ക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നന്ദുവിനെയും നിങ്ങളുടെ കുടുംബവും ഒക്കെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൻ്റെ ഇടമുള്ള കുടുംബം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പെൺകുട്ടി വേണം എൻ്റെ ഭാര്യയായിട്ടെന്ന്. അതുകൊണ്ട് തന്നെ അതിന് ആളെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും നാളെ വെയിറ്റ് ചെയ്തിരുന്നത് വിവാഹം കഴിക്കാതെ. ഇപ്പം അതിന് പറ്റിയൊരാളെ കിട്ടിയല്ലോ. പിന്നെ അമ്മയ്ക്ക് ജാതകം അയച്ചു കൊടുത്തത് അമ്മ ജോത്സ്യനെ കാണിച്ചു, അതും ചേരും. എത്രയോ 8 പൊരുത്തോ 9 പൊരുത്തോ അങ്ങോട്ടൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. പിന്നെ എനിക്കിതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ഞാനും നോക്കിച്ചിരുന്നു മോനെ, ഞങ്ങളുടെ ജോത്സ്യരും ചേരുന്നു തന്നെയാ പറഞ്ഞത്. നാൾപ്പൊരുത്തം മധ്യമമാണ്, പക്ഷെ ഗ്രഹനില നല്ല പൊരുത്തമാണെന്നാ പറഞ്ഞത്. അതും മതിയില്ലോ. അതാണല്ലോ വേണ്ടത് അമ്മേ. ഞങ്ങൾ തമ്മിൽ നല്ല മനപ്പൊരുത്തവും ഉണ്ടാകും, വേറൊന്നും കൊണ്ടുമല്ല. രണ്ടുപേരും ഒരേ പ്രൊഫഷൻ ആണല്ലോ, അപ്പം മനപ്പൊരുത്തം ഉണ്ടാവുമല്ലോ. ഒരു പോലീസ് ഓഫീസറുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകൾ വരുമ്പം ഒരു പരാതി പറച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഉണ്ടാവില്ലല്ലോ. അത് തന്നെ വലിയ കാര്യമല്ലേ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നല്ല ബുദ്ധിയുള്ള കുട്ടി തന്നെയാണ് നന്ദു. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് സിവിൽ സർവീസിനൊക്കെ ഒന്ന് ട്രൈ ചെയ്യാന്നൊക്കെയാണ് വിചാരിക്കുന്നത്. എനിക്ക് കിട്ടിയില്ലെങ്കിലും നന്ദുവിന് കിട്ടും, അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാ. അവൾക്ക് നല്ല ബുദ്ധിയുണ്ടെന്നേ. അങ്ങനെ നന്ദുവിന് കിട്ടുവാണെങ്കിൽ പിന്നെ ഐ പി എസുകാരിയായ ഭാര്യ എനിക്ക് സല്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോഴത്തേക്ക് നമ്മുടെ കനക ഭയങ്കര ചിരിയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സച്ചിൻ പറഞ്ഞു, അതിനെനിക്ക് കോംപ്ലക്സ് ഒന്നും ഇല്ല കേട്ടോ, മിടുക്കുള്ളവരെ ഉയരങ്ങളിലേക്ക് പോകണം, അങ്ങനെയല്ലേ വേണ്ടത്. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നവരെ കൈക്കൂലി മേടിച്ചിട്ടില്ല, ഇനിയൊട്ട് മേടിക്കാനും പോകുന്നില്ല. ഒന്നുള്ള ശമ്പളം കൊണ്ട് തൃപ്തിപ്പെടണം, കിട്ടുന്ന ശമ്പളത്തിന്റെ ഇരട്ടി ജോലി ചെയ്യണം. അങ്ങനെ ഇന്നേ വരെ ഞാൻ ജീവിച്ചിട്ടുള്ളൂ, ഇനി അങ്ങോട്ടും അങ്ങനെ ജീവിക്കാനാ എൻ്റെ തീരുമാനം. അല്ല, അയ്യോ, ഞാൻ ഒരുപാട് സംസാരിച്ചു, അച്ഛനും അമ്മയും ഒന്നും പറയുന്നില്ലല്ലോ. അത് പിന്നെ മോനെ, CI മോൻ പറയുന്നത് കേൾക്കാനേ നല്ല രസമാണെന്നേ, അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരുന്നത്. മോൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോന്നേ, ഒരു കുഴപ്പമില്ല. മോന്റെ സംസാരിക്കൊക്കെ നല്ല രസമാ. അല്ല, പിന്നെ ആ അനി എന്ന് പറയുന്ന പയ്യൻ ഇങ്ങോട്ടേക്കൊന്നും വന്നില്ലല്ലോ അല്ലേ? അത് പിന്നെ മോനെ, അല്ല തുറന്നു പറ, അല്ല ആ പയ്യൻ വന്നോ ഇല്ലയോ എന്നൊക്കെ എനിക്കും കൂടെ അറിയാലോ. അപ്പൊ നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, വന്നില്ല അല്ലേ, അല്ല വന്നില്ല. പാവ പയ്യൻ തന്നെയാ, അവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. എന്ത് ചെയ്യാനാണ്, ചില പെൺകുട്ടികൾ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാലേ മനസ്സമാധാനം കിട്ടത്തില്ല. അതുപോലെ തന്നെയാ തിരിച്ചും. ആ ബന്ധം ഒരു വിജയമായിരുന്നെങ്കിലേ അനി പിന്നെ നന്ദുവിനൊരു ശല്യം ആവത്തില്ലായിരുന്നു അല്ലേ അച്ഛാ. ഇതിപ്പം ഭയങ്കരമായിട്ട് ശല്യമാണെന്നൊക്കെ പറയുന്നത് കേട്ടു. അന്ന് അവന്റെ തല്ലിയതിന്റെ കുറ്റബോധം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അല്ല മോനെ, ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അനന്തപുരിക്കാരെ ഒരുപാട് നന്മയുള്ളവരാ, അവര് അനാവശ്യമായിട്ട് ആരെയും ദ്രോഹിക്കാറൊന്നുമില്ല. അതെനിക്കറിയാം അച്ഛാ. അതുകൊണ്ടാ അനിയെ തല്ലിയത് കുറച്ച് കടന്ന കൈയായി പോയെന്ന് ഞാൻ ഇപ്പൊ കരുതുന്നതേ. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ അമ്മയും അമ്മാവനും ഇങ്ങോട്ട് പെട്ടെന്ന് വരും. അതിനുശേഷം നിങ്ങൾ കാരണവന്മാരെല്ലാവരും കൂടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുക. നമുക്ക് എൻഗേജ്മെന്റും കല്യാണവും ഒക്കെ ഉടനെ തന്നെ നടത്താം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അമ്മേ എന്ന് വിളിച്ചോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ നമ്മുടെ സച്ചിനെ. ഏതായാലും സച്ചിൻ ഇപ്പം വന്നത് ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാനാണ്. ഇനി കനകയ്ക്കും ഗോവിന്ദനും വല്ല മാറ്റം ഉണ്ടോ എന്ന് അറിയണമല്ലോ. ഏതായാലും ഈ സമയത്ത് അവിടെ കട്ട പ്രേമം നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ അനിയും നന്ദുവും തമ്മിൽ മരം ചുറ്റി പ്രേമം, പുഴ ചുറ്റി പ്രേമം എന്നൊക്കെ പറയുന്ന പോലെ നല്ല കട്ട പ്രേമം. ഒരു വയലിന്റെ നടുക്ക് രണ്ടുപേരും കൂടി ഇരിക്കുകയാണ് കേട്ടോ, മുഖമൊക്കെ നോക്കി ഭയങ്കര രസത്തോടു കൂടി. അങ്ങനെ നമ്മുടെ നന്ദു പറഞ്ഞു, അനി നീ ഒരു കാര്യം ഉറപ്പിച്ചോ, ഒരു കാരണവശാലും ആ സ്ത്രീ എൻ്റെ കഴുത്തിൽ താലി കെട്ടാനൊന്നും പോകുന്നില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഇനി നമുക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഞാൻ ജീവിതകാലം മുഴുവനും ഇപ്പൊ എങ്ങനെ ജീവിക്കുന്നോ അതുപോലെ തന്നെ ജീവിക്കും. നിന്റെ മനസ്സ് ഇപ്പൊ എൻ്റെ കയ്യിലാ, എൻ്റെ മനസ്സ് ഇപ്പൊ നിന്റെ കയ്യിലും അല്ലേ. നമുക്ക് ഇതുപോലെ അങ്ങ് ജീവിക്കണം, അതല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും പരസ്പരം കൈയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് വീണ്ടും കണ്ണോട് കണ്ണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ.
അപ്പോഴത്തേക്ക് നമ്മുടെ അനു പറഞ്ഞു, നിന്റെ കണ്ണി നോക്കിയിട്ട് ഞാൻ പറയട്ടെ, എനിക്ക് നിന്നെ എന്നെക്കാൾ വിശ്വാസമാണ്. എന്നാ പിന്നെ നീ എനിക്കൊരു വാക്ക് തരണം. നിന്റെ പിന്നാലെ നടക്കരുത് എന്നാണോ, കാണരുത് എന്നൊക്കെയാണോ? ഓ, അങ്ങനെ പറഞ്ഞിട്ടേ നീ എന്നെ കാണാതെ നടന്നാലേ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റോടാ ഇപ്പം? പറ്റത്തില്ലെന്നേ. അതൊന്നും അല്ലെന്നേ. എന്താ പിന്നെ എനിക്ക് പറയാനുള്ളത്? അത് പറയ. അത് പിന്നെ വേറൊന്നുമല്ല, ആദർശേട്ടനും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ വലിയ സങ്കടമുണ്ട് നിന്നെ ഓർത്തിട്ട്. അറിയാലോ, ഒരുപാട് സങ്കടപ്പെടുക. അതേ, അഭിയെ കമ്പനിയിൽ ഒരു തൊഴിലാളി ആക്കിയപ്പോഴത്തേക്കും 3 ബ്രാഞ്ചാണ് നിന്നെ ഏൽപ്പിച്ചത്. അത് നിന്റെ മുത്തശ്ശൻ്റെയും വല്യച്ഛൻ്റെയും ഒക്കെ അറിവോട് കൂടി തന്നെയാ. അങ്ങനെയുള്ളപ്പം നീ അവരോട് നീതി പുലർത്തണ്ടേ? നീതി പുലർത്താതിരുന്നാൽ ശരിയാവുമോ? അപ്പം ഞാൻ കമ്പനി പോകണമെന്നും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതെ, അത് തന്നെയാ. എടി, നിനക്കറിയാമോ, ഈ കഴിഞ്ഞ ഓണത്തില് എന്റെ ബ്രാഞ്ചാ മുന്നിലെത്തിയത്. ഏറ്റവും കൂടുതൽ സെയിൽ നടന്നതും എന്റെ ബ്രാഞ്ചിൽ തന്നെയാ. ഓ, അത് നിന്റെ മിടുക്കൊണ്ടാണോ? ആദർശേട്ടന്റെ മേൽനോട്ടത്തില് ആ സ്റ്റാഫുകൾ നന്നായിട്ട് പണിയെടുത്തത് കൊണ്ടാ സെയിൽ കൂടിയതും ബ്രാഞ്ച് മുന്നിലൊക്കെ വന്നത്. അല്ലാതെ നീ ഓണ സെയിൽ വന്നപ്പം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയായിരുന്നോ? തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കല്ലായിരുന്നോ? അത് ശരിയാ, എങ്ങനെ എത്തി നോക്കാനാ? ആ സമയത്ത് എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നല്ലോ. അന്നൊരുത്തി എന്നെയും എൻ്റെ വീട്ടുകാരെയും കൊല്ലാനായിട്ട് ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ പക്ഷേ ഞാൻ ഫ്രീയാ. എന്ന് മാത്രമല്ല, നീ എനിക്ക് തരുന്ന ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ചെറുതൊന്നുമല്ല, വലിയ കോൺഫിഡൻസ് ആണ്. ഇങ്ങനെ കോൺഫിഡൻസ് തരണം. അപ്പം നാളെ മുതൽ നീ ജ്വല്ലറിയിലേക്ക് പോവോ? എന്തിനാ നാളെ ആക്കുന്നത്? നീ പറഞ്ഞല്ലേ ഇന്ന് തന്നെ അങ്ങ് പോകാം. അപ്പൊ നീ പോകാന്ന് സമ്മതിച്ചല്ലോ. ആദർശേട്ടനെ മുത്തച്ഛനെയൊക്കെ ഇനി ഒന്ന് ഞെട്ടിക്കണം. ഞെട്ടിക്കണ്ടേ? നീ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്റെ കഴിവ് തെളിയിക്കാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാനൊരു MBA-കാരനാണല്ലോ. MBA-കാരനാണ്, അറിയാലോ. ഓ, ഡിഗ്രി തലയിലാക്കി വെച്ചിട്ട് തലകണെ കെട്ടി വെച്ചിട്ട് കിടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നിനക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പരിചയം തന്നെയാ. അപ്പം ഞാൻ വാക്ക് പാലിച്ചോളാം. പോരെ നന്ദു? ബിസിനസിന്റെ തിരക്കിനിടയിലും എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നുമ്പം കാണാനുള്ള അവസരം നീ ഉണ്ടാക്കി തന്നാൽ മതി. എപ്പോഴും കാണണം എന്നൊക്കെ തോന്നും, അതല്ലേ പ്രശ്നം. അപ്പോഴൊക്കെ എനിക്ക് അവസരം ഉണ്ടാക്കി തരാൻ പറ്റുമോ? അത് പിന്നെ ബിസിനസ്സും തിരക്കും ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും സമയം കിട്ടത്തില്ല. എന്റെ കാര്യം നിനക്ക് അറിയാലോ. ഓ, അനി, ഡോക്ടർമാരും പോലീസുകാരും ഒക്കെ ഒരുപോലെ എപ്പോൾ വിളിച്ചാലും ഓടി എത്തിയേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കാക്കിയൊക്കെ അഴിച്ചു വെച്ചിട്ട് എൻ്റെ കൂടെ കമ്പനിയിലേക്ക് വരാന്. അതിന് നമ്മുടെ കല്യാണം കഴിയട്ടെ അനി, ഇപ്പോഴേ ധൃതിപ്പെടാതെ. അല്ല, ഇനിയിപ്പോൾ കല്യാണം കഴിയാൻ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുന്ന ഞാൻ ചിന്തിക്കുന്നത്. അതിനിടയ്ക്ക് ഇരട്ടത്താപ്പുമായിട്ട് ഒരുത്തൻ വന്നിരിക്കുന്നത്, ഇടയ്ക്ക് കയറി ഒരു പകൽമാന്യൻ. അത് പിന്നെ അയാളുടെ കാര്യത്തിൽ എനിക്ക് വലിയ ഡൗട്ടുണ്ട്. അച്ഛനെ അമ്മേനെയൊക്കെ അയാളെ വലിയ ഇമ്പ്രസ് ചെയ്തിരിക്കുക. ആദർശേട്ടനെ പോലും അയാൾ കുപ്പിയിലാക്കി കഴിഞ്ഞു. പിന്നെയാ, പക്ഷേ എൻ്റെ മനസ്സ് കവർന്നെടുക്കാനൊന്നും അവന് കഴിയത്തില്ലടാ. അവനത് കഴിയാൻ പോകുന്നില്ല. അതിനു മുമ്പ് എൻ്റെ മനസ്സ് കവർന്ന് എടുത്തില്ലേ, അത് ഞാൻ ഒരാൾക്ക് പണയം വെച്ച് കഴിഞ്ഞില്ലേ. ഇനി അവിടുന്ന് പണയം എടുത്താൽ മാത്രമേ അവിടെ വേറൊരാൾക്ക് സ്ഥാനമുള്ളൂ. ഏതായാലും അത് ഞാൻ ഉടനെ പണയം എടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കൂടെ എപ്പോഴും നീ ഉണ്ടാകണം. അപ്പോഴത്തേക്ക് നമ്മുടെ അനി നന്ദുവിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു അനിയുടെ തോളത്തേക്ക് ഇങ്ങനെ ചാരി കിടക്കുന്ന ഒരു സീനൊക്കെ ആട്ടോ കാണിക്കുന്നത്. ഭയങ്കര റൊമാൻസ് സീന്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ വേണുവും അനാമികയാണ്. അങ്ങനെ വക്കീലിനെയൊക്കെ കണ്ടിട്ട് വേണുവും അനാമികയും വീട്ടിലേക്ക് പോവുകയാണ്. രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ. അതായത് നമ്മുടെ വേണു ഡ്രൈവ് ചെയ്യുന്നു, അനാമികയാണെങ്കിലോ കാറിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഏതായാലും ഇവര് ഒരുമിച്ച് ഇങ്ങനെ പോകുമ്പം നമ്മുടെ അനിയും നന്ദുവും കൂടെ ഫ്രണ്ടില് ബൈക്കിൽ പോവുകയാണ്. അപ്പൊ പെട്ടെന്ന് അനാമിക, ദേ അച്ഛാ, അത് അവന്റെ ബൈക്കല്ലേ? അവന്റെ ബൈക്കാണല്ലോ. അല്ല, അനിയുടെ പുറകിലിരിക്കുന്ന ആരാ? അതവന്റെ ഏതെങ്കിലും കൂട്ടുകാരനാണോ കൂട്ടുകാരിയാണോ എന്നൊക്കെ നോക്കിയേ പറ്റൂ. അച്ഛാ, അത് അവളാകാനാ ചാൻസ് കൂടുതൽ, ആ നന്ദു. അതൊക്കെ ഇനി നമ്മൾ നോക്കണം മോളെ. നോക്കണം, നോക്കുക തന്നെ വേണം. അവളെ കെട്ടാൻ പോവല്ലേ ആ CI. ആ ബന്ധത്തിന് ഇവൻ ഒരു തടസ്സമാണെന്ന് അയാൾ പറയുന്നുണ്ടല്ലോ, ആ CI. അങ്ങനെയുള്ളപ്പം നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ CIയും കാണിച്ചു കൊടുക്കണ്ടേ? CIയെ ചൂട് പിടിപ്പിക്കുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെ മോളെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുറകിലിരിക്കുന്നത് ആരാണെന്ന് നോക്കിയേ പറ്റൂ. അത് അവളാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ എടുത്ത് CIക്ക് അയച്ചു കൊടുക്കണം. പിന്നെ അവര് തമ്മിൽ അടുപ്പമുണ്ടെങ്കിൽ ഈ CI വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ. അതെ, ഒരു കാര്യം ചെയ്യേ, അച്ഛൻ സ്പീഡിൽ സ്പീഡ് വിടാൻ നോക്കാം മാക്സിമം എന്ന് പറഞ്ഞിട്ട് സ്പീഡിൽ വിടുകയാണ്. ഏതായാലും സ്പീഡിൽ വിട്ടടിച്ച് പോകുമ്പോഴത്തേക്കും നമ്മുടെ നന്ദുവിനെ തന്നെയാണ് അനി ബൈക്കിന് പുറകിൽ കയറ്റി വെച്ചോണ്ട് പോകുന്നത് എന്ന് മനസ്സിലാകുകയാണ് കേട്ടോ. അത് കാണുകയാണ് അനിയും വേണുവും. അനിയും നന്ദുവും കൂടി ഒരു ജ്യൂസ് കുടിക്കാൻ ഇറങ്ങി കേട്ടോ. ആ ഒരു സമയത്താണ് നമ്മുടെ അനാമികയും വേണുവും കൂടി ഇത് കാണുന്നത്.
അപ്പോഴത്തേക്കും വേണു പറഞ്ഞു, ദേ കണ്ടോ, അവൻ തന്നെയാ, അവള് തന്നെയാ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് വീഡിയോയിൽ പകർത്താം. ഇത് വീഡിയോയിൽ പകർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിയിൽ നമുക്ക് ഇത് ഏതായാലും ഉപകാരപ്പെടും. പിന്നെ സച്ചിനെ കാണിക്കുകയും ചെയ്യാം, CI സച്ചിനെ കാണിക്കുകയും ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പൊ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വേണു പറഞ്ഞു, ദേ നമ്മളെ ഉണ്ടല്ലോ കണ്ടാലേ വശക്കേടാ, നമ്മള് രണ്ടിനെ കാറിൽ നിന്ന് വലിച്ചരച്ച് തല്ലുന്നെങ്കിൽ തല്ലട്ടെ, ഇവിടെയൊക്കെ CCTV ഉണ്ടല്ലോ, അത് നമുക്ക് തെളിവല്ലേ. ഏതായാലും ഞാൻ വീഡിയോ പിടിക്കുക, ഇത് തല്ല് കൊണ്ടാലും കുഴപ്പമില്ല, തെളിവ് നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ അത് മതി. അപ്പം ഈ നന്ദുവും അനിയും കൂടെ പരസ്പരം അങ്ങോട്ട് എന്താ പറയുക, ഇവിടെ ഇച്ചിരി വെള്ളം അങ്ങാണ്ട് പറ്റിയപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ഇങ്ങനെ തുടച്ചൊക്കെ കൊടുക്കുക. അപ്പൊ അതൊക്കെ വീഡിയോയിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും വേണു പറയുന്നുണ്ട്, ഇത്രയും അടുത്ത സ്ഥിതിക്ക് ഇനി ഇവര് അകലുവോ, മാത്രമല്ല ആ സച്ചിനുമായിട്ടുള്ള വിവാഹം നടക്കുവോ? നടക്കണം അച്ഛാ, നടക്കണം. അല്ലെങ്കിൽ ദേ വലിയ പ്രശ്നം ഉണ്ടാക്കണം നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് നമ്മളെ തല്ലിയതല്ലേ, അതുകൊണ്ട് അവൾ ആഗ്രഹിച്ച ജീവിതം അവൾക്ക് കിട്ടാൻ പാടില്ല. CI ആയിട്ടുള്ള ആ ഒരു വിവാഹം തന്നെ നടക്കട്ടെ. ഇനിയിപ്പം ആ വിവാഹം നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഒരു സംശയരോഗം കിട്ടും. ആ സംശയരോഗം കൂടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ, പിന്നെ ജീവിതം തീർന്നെന്ന് കൂട്ടിക്കൊണ്ടാ മതി. അങ്ങനെ അവര് ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇവര് നേരെ ബൈക്കിൽ കയറി പോവുകയാണ് കേട്ടോ. അപ്പൊ ഈ തൊട്ട് ഒരുമിയൊക്കെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ വേണു പറയുക, കണ്ടോ മോളെ, തൊട്ടൊരുമി ഇരിക്കുന്നത്, പരിസരബോധം പോലും നോക്കാതെ. അവന് ഞാൻ തമ്മിൽ ഒരു ബന്ധവും ഇല്ലെങ്കിലുവേ എനിക്ക് അവനുമായിട്ട് അവൾ അടുക്കുന്നങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കും അങ്ങനെ തന്നെയാ. രണ്ടും അങ്ങനെ അങ്ങ് അടുത്തു പോയില്ലേ. ഏതായാലും നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് നല്ലൊരു തുറുപ്പ് ചീട്ടാ മോളെ. ഇത് നമ്മളെ CI സച്ചിക്ക് അയച്ചു കൊടുക്കുന്നു. അവിടെ സംശയങ്ങൾ ഉണ്ടാകുന്നു, വഴക്കുകൾ ഉണ്ടാകുന്നു, അവളുടെ ജീവിതം കുളമാകുന്നു. ഏതായാലും ഈ സംഭവം നമ്മുടെ CI സച്ചി കാണുകയാണ് കേട്ടോ. CI സച്ചി കാണുന്ന സീനാ പിന്നെ കാണുന്നത്. വേണുവും അടുത്തുണ്ട്, അനാമികയും അടുത്തുണ്ട് നമ്മുടെ CI സച്ചിയുടെ അടുത്ത്. ഏതായാലും ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ CI സച്ചിയുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അയ്യോ, അങ്ങോട്ട് പെരുവേരലിൽ നിന്ന് അങ്ങ് തിളച്ച് കയറുവാണ് കേട്ടോ. ഏതായാലും വേണു ചോദിച്ചു, എങ്ങനെയുണ്ട്? ഇപ്പൊ ചൂടോടുകൂടി തന്നെ എടുത്തതാ, അധികം സമയമൊന്നും ആയിട്ടില്ല. ഞാന് ഇത് കണ്ടു. സാറിന് ഭാഗ്യമുള്ളത് കൊണ്ടാ അവര് ഞങ്ങളുടെ മുമ്പിൽ തന്നെ വന്ന് പെട്ടത്. ഇവളെ എന്താ ചെയ്യേണ്ടത്? നാണമില്ലല്ലോ, പരിസരബോധം പോലും ഇല്ല. എനിക്കറിയാം. ഏതായാലും അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, കേസ് കഴിയുമ്പം ഇവൻ ഒരിക്കലും പുറത്തുണ്ടാകാൻ പാടില്ല, ഇവനകത്ത് തന്നെ പോണം. എന്റെയും നന്ദുവിന്റെയും കല്യാണം കഴിയുന്നത് വരെയെങ്കിലും അവൻ അകത്ത് കിടക്കണം. അകത്ത് കിടന്നാലും അവൻ പുറത്തിറങ്ങുമ്പോ പ്രശ്നമല്ലേ സാറേ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നന്ദുവിന്റെ അച്ഛനും അമ്മയും എന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്താ എന്റെ കൂടെ നിൽക്കുന്നത്. പിന്നെ ഇത് ഒരു സൗഹൃദം മാത്രമാണ്. നന്ദുവിന്റെ 2 ചേച്ചിമാര് ഇവന്റെ വീട്ടിലെ മരുമക്കളല്ലേ, അതുകൊണ്ട് അവക്ക് അവനെ പിണക്കാൻ പറ്റത്തില്ല. എന്റെ പൊന്നു സാറേ, സാറൊരു CI എന്തിനാ സാറേ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത്? സാറിന് ബുദ്ധിയുണ്ട്, വിവരമുണ്ടെന്നൊക്കെ എനിക്കറിയാം. എത്ര സൗഹൃദം ഉണ്ടെന്ന് പറഞ്ഞാലും പിന്നെ ഈ ബൈക്കിന്റെ പുറകിലിരുന്ന് പറ്റി ചേർന്നിരുന്ന് പോകുന്ന കാണുമ്പോൾ മനസ്സിലാകത്തല്ലേ? ദേ എന്റെ പൊന്നു CI സാറേ, എന്റെ അനിയുടെയും ദാമ്പത്തികം തകർന്നതും അവൾ കാരണം തന്നെയാ. അതൊക്കെ സാറിന് അറിയാലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഇനി ഒരു പക്ഷേ സാറ് അവളുടെ കഴുത്തില് താലി കെട്ടിയാലും ശരി, അവനുണ്ടല്ലോ ആനി അവളെ തേടി വന്നിരിക്കും. ഒരിക്കലും മറക്കാൻ പറ്റുന്ന ബന്ധമല്ല അത്. എന്റെ ഭാര്യയായിട്ട് നന്ദു വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ എങ്ങനെ ജീവിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. ആ കാലമൊക്കെ പോയില്ലേ സാറേ? ആ കാലമൊക്കെ പണ്ടായിരുന്നു. അവളും കാക്കിയിട്ടൊരു പെണ്ണല്ലേ. അവക്കും അവളുടേതായ തീരുമാനമൊക്കെ കാണൂലേ? അവൾ എന്തും തീരുമാനിച്ചോട്ടെ. പക്ഷെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ പെണ്ണിന്റെ പിന്നാലെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാലേ അവന്റെ നട്ടല് ഞാൻ ഓടിച്ച് ചാതിച്ച് ഞാൻ കൂപ്പിക്കാത്താക്കും. എന്റെ പൊന്ന് സാറേ, സാറിന്റെ ഭാര്യയാകാൻ പോകുന്ന പെങ്കൊച്ചിനെ അറിയാവുന്നത് കൊണ്ട് പറയുകയാണ്. ദേ നന്ദുവിനെ കല്യാണം കഴിച്ചതിന് ശേഷം സാറിന്റെ നട്ടലൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അയ്യോ, വല്ല ഇടിയും കിട്ടിക്കഴിഞ്ഞാൽ തീർന്ന്. ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ സാറിന്റെ താഴെയല്ല നന്ദു, അങ്ങ് സ്റ്റേഷനിൽ മാത്രമേ ഉള്ളൂ. വീട്ടിലെ ഭാര്യ ഭർത്താവിനേക്കാളും മുകളിലാണ് നിൽക്കുന്നത്. അത് സാറിന് അറിയാവുന്ന കാര്യമാണല്ലോ. എനിക്ക് ഈ കല്യാണം നടക്കുന്നവരെ ടെൻഷനുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അവളെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. നന്ദുവിന്റെ അച്ഛനും അമ്മയും മാത്രമല്ല, ഈ പറയുന്ന അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഈ കല്യാണത്തിനെ അനുകൂലിക്കുന്നവർ തന്നെയാ, എൻ്റെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ്.
ഉം. അതുകൊണ്ട് ഉറപ്പായിട്ടും നടക്കേണ്ട ബന്ധം നടത്തിയിരിക്കും. അത് തന്നെയാ സാറേ ഞങ്ങളുടെ ആഗ്രഹം. കല്യാണം കഴിക്കണം നിങ്ങൾ. എൻ്റെ മോളുടെ കെട്ടുതാലി പൊട്ടിക്കാനായിട്ട് നിൽക്കുന്ന നന്ദു ഒരിക്കലും അനിയുമായിട്ട് ഒന്നിക്കാൻ പാടില്ല. അതാ വേണ്ടത്. ഒരിക്കലും അവർ ഒന്നിക്കരുത്. അങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല. ഇനി സാറെന്നല്ല ആരവളെ കെട്ടിയാലും ശരി, അനി കെട്ടിയ താലി നന്ദുവിന്റെ കഴുത്തിൽ കാണാൻ പാടില്ല. അതാ ഞങ്ങൾക്ക് വേണ്ടത്. അത് എനിക്ക് വിട്ടേരെ. നിങ്ങൾ ഈ കേസ് ബലപ്പിച്ചോ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം, അവനെ അകത്താക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് CI നേരെ വണ്ടിയിൽ കയറി വിട്ടടിച്ച് പോവുകയാണ് കേട്ടോ. ഏതായാലും വലിയൊരു മാലപ്പടക്കത്തിനാണ് ഇപ്പൊ നമ്മുടെ അനിയും വേണുവും കൂടെ തിരികൊളുത്തിയിരിക്കുന്നത്. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയുടെ ബ്രാഞ്ചാണ് കേട്ടോ. അപ്പൊ അനിയുടെ ബ്രാഞ്ചിൽ അനി മൊത്തം മാറ്റങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ബ്രാഞ്ചിലെ എല്ലാ സ്റ്റാഫുകളെയും വിളിച്ചു വരുത്തിയിട്ട് ഇനി നമുക്ക് ഇങ്ങനെയൊന്നും പോയാൽ പോരാ, ഞാൻ ഇന്നും ഇവിടെ കാണും, മാത്രമല്ല ഇനി ഓരോ ദിവസം ചെല്ലും തോറും പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരണം. ഞാൻ മൊത്തത്തിലൊരു മാറ്റം നമ്മുടെ ഈ ഒരു ബ്രാഞ്ചിന് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇനി പഴയ അനിയല്ല നിങ്ങൾ കാണാൻ പോകുന്നത്, ഇനി പുറകെ നിന്ന് പ്രവർത്തിക്കുന്ന അനിയല്ല, മുമ്പിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന അനിയാണെന്നൊക്കെ പറഞ്ഞ് അനി അവിടെ വലിയൊരു ഇത് തന്നെ സൃഷ്ടിച്ചെടുക്കാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പൊ മാനേജർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് മാനേജർ അനിയോട് പറയും, ഈ ബുദ്ധി നേരത്തെ എന്തുകൊണ്ട് തോന്നിയില്ല സാറിനെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ഇപ്പൊ ഇവിടുത്തെ GM ആണല്ലോ, ഏതായാലും ഇനി ഈ GM ഇവിടെ എന്നും GM ആയിട്ട് തന്നെ കാണും. നിങ്ങളൊക്കെ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങനെ കുട്ടിക്കാള കളിച്ച് നടക്കുമ്പോൾ നിങ്ങൾ തന്നെയാ ഈ ഒരു ബ്രാഞ്ച് ഇത്രയും വലിയ രീതിയിൽ തന്നെ പൊക്കിക്കൊണ്ട് വന്നതും ഒക്കെ. അതിനെൻ്റെ ആദർശേട്ടനും ഒരു പരിധി വരെ ഇതായിട്ടുണ്ട്. ഇനി ഏതായാലും ഞാൻ തന്നെ ഈ ബ്രാഞ്ച് കൊണ്ടുപോകാനും നിങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ ഈ ബ്രാഞ്ചിൽ എന്നും വന്ന് പ്രവർത്തിക്കാനും തീരുമാനിച്ചിരിക്കുക. മാത്രമല്ല പുതിയ കളക്ഷൻസ് ഒക്കെ എടുക്കണം, നമുക്ക് ഒരുപാട് മാറ്റം വരുത്താനുണ്ടെന്നൊക്കെ പറഞ്ഞാൽ MD സീറ്റിൽ പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇത് ആദർശ് അറിയുമ്പോഴത്തേക്കും ആദർശിന് ഭയങ്കര സന്തോഷമാവുക. ആദർശാണെങ്കിൽ നമ്മുടെ നയനയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അപ്പം നയന അവന് മാറ്റം സംഭവിച്ചോ, എല്ലാവർക്കും ഞെട്ടലാണ് കേട്ടോ. പക്ഷെ നമ്മുടെ നന്ദു കാരണം ഇത്രയും മാറ്റവും സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ലല്ലോ. ഏതായാലും ഈ സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അത് കഴിഞ്ഞതിന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പോയി ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പം ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.